പ്രവാസികൾക്ക് 5 ദിവസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് നൽകുമെന്ന് കേരള ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡ്രൈവിംഗ് ടെസ്റ്റ് ലഭിക്കാനുള്ള കാലതാമസം ഒഴിവാക്കി പ്രവാസികൾക്ക് 5 ദിനങ്ങൾക്കുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് നൽകുമെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം കേരളീയ സമാജത്തിലെ നിറഞ്ഞ സദസ്സ് ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. ശ്രാവണം എന്ന പേരിൽ ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ചു വരുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവോണ ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കവെയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. അദ്ദേഹം പറഞ്ഞു, പ്രവാസി മലയാളികൾ അവിടെ വന്നു കഴിഞ്ഞാൽ ലൈസൻസ് ടെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലൈസൻസ് പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ ആദ്യം ഞാൻ മുന്നോട്ട് വെച്ചത് ഒരു ദിവസം 40 ലൈസൻസ് എന്ന് പറയുന്നതിൽ 25 എണ്ണം പുതിയ ആളുകൾക്കും 10 എണ്ണം തോറ്റുപോയവർക്കും വീണ്ടും എഴുതാൻ വേണ്ടിയിട്ട് 5 എണ്ണം പ്രവാസികളായ ആൾക്കാർക്കും കൊടുക്കണം. അവർ വന്നു കഴിഞ്ഞാൽ അപ്പം ടെസ്റ്റ് നടത്തി കൊടുക്കണം. ഇന്ന് RTO കണ്ടാൽ അടുത്ത ദിവസം ടെസ്റ്റ് നടത്തി കമ്പ്യൂട്ടറിന് പുറത്ത് കണ്ട് വന്നിട്ട് ടെസ്റ്റ് നടത്തി കൊടുക്കണം. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, വിദേശത്ത് ജീവിക്കുന്നവർ, ഇവർക്കെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതെല്ലാം അവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് എല്ലാം റെഡിയായിരിക്കും. ടെസ്റ്റ് എന്ന് പറയുന്നത് പോകേണ്ടി വന്നാൽ ഈ 5 പേരെ എല്ലാവരും മാറ്റി വെച്ചിട്ടുണ്ട്. അവരില്ലെങ്കിൽ മാത്രം തോറ്റവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും നീണ്ടു നിൽക്കുന്നതുമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ബഹ്റൈൻ കേരളീയ സമാജത്തെ മന്ത്രി അഭിനന്ദിച്ചു. തിരുവോണം പ്രവാസികളോടൊപ്പം ആഘോഷിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും മന്ത്രി പങ്കുവച്ചു. ഗൾഫ് രാജ്യങ്ങളിലേതുപോലെ കാർഡുകൾ ഉപയോഗിച്ച് KSRTCയിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനം 4 മാസത്തിനുള്ളിൽ നടപ്പിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. 40ഓളം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ എയർ കണ്ടീഷൻ സംവിധാനത്തോടെ ആരംഭിക്കുന്നതും മികച്ച സൗകര്യങ്ങളോടെ ബസ് വെയിറ്റിംഗ് ഏരിയകൾ തുടങ്ങുന്നതും ദീർഘദൂര സർവീസുകളിൽ ബസ് റൂട്ടിൽ യാത്രക്കാരന് സൗകര്യപ്പെടുന്ന സ്ഥലത്തു നിന്നും ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന യാത്രക്കാരനെ കയറ്റുന്ന രീതിയും കടന്നുപോകുന്ന ബസ്സിൽ സീറ്റുണ്ടോ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അറിയാനുള്ള സംവിധാനം തുടങ്ങി KSRTC നവീകരണവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് മന്ത്രി സദസ്സുമായി സംവദിച്ചു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ശ്രാവണം ജനറൽ കൺവീനർ വർഗീസ് ജോർജ്, സമാജം ട്രഷറർ ദേവദാസ് കുന്നത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി താമരശ്ശേരി ചുരം ബാൻഡിന്റെ സംഗീത നിശയും അരങ്ങേറി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.